നമസ്കാരം. തൃശൂര് എടുക്കില്ല, പൊങ്ങില്ല, തരില്ല എന്നൊക്കെ പറയുന്ന ആളുകളോടാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഒരു കണക്ക് ഞാൻ പറഞ്ഞു തരാം. 2009 തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപിയുടെ വോട്ട് എന്ന് പറയുന്നത് കേവലം 54,000 ആയിരുന്നു. അത് 2014 എത്തുമ്പോൾ 1,20,000 ആയിട്ട് മാറി. ഏതാണ്ട് 120% വർധനവ്. അന്ന് മോഡിയില്ല, ബിജെപിയുടെ അനുകൂലമായിട്ടുള്ള ഒന്നുമില്ല. ഇവിടെ എല്ലാം കോൺഗ്രസും അല്ലെങ്കിൽ UPA മയമായിട്ട് നിൽക്കുന്ന സമയത്ത്. അപ്പോ അത് 120% വർദ്ധിച്ച് 1,20,000 വോട്ടായിട്ട് മാറി. 2019 ശ്രീമാൻ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ 1,20,000 നിന്ന് അത് 2,94,000 ആയിട്ട് വർദ്ധിച്ചു. ഏകദേശം 180% അടുത്ത് വർധനവ്. അപ്പോ ഇനി വേണ്ടത് കേവലം 1,00,000 വോട്ടിന്റെ ഒരു അപ്രീസിയേഷൻ ആണ്. ഇപ്പൊ മോഡിയുണ്ട്, BJP ഭരണമുണ്ട്, അവിടെ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് നല്ല ബോധ്യവുമുണ്ട്. പിന്നെ ഈ രണ്ട് പാർട്ടിക്കാരും ഒന്നാണ് എന്നുള്ള തിരിച്ചറിവുമുണ്ട്. അപ്പോ ഈ പറയുന്ന 1,00,000 വോട്ടൊന്നും ഒരു കനമല്ല മക്കളെ. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഇവിടെ മറ്റാരെയും ജയിപ്പിക്കില്ല, ഈ മണ്ണ് ഞങ്ങൾ മുറുകെ പിടിക്കുമെന്നൊക്കെ വലിയ വായിക്ക് ഡയലോഗ് അടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. കെ കരുണാകരൻ, തൃശൂരിന്റെ സ്വന്തം എന്ന് പറഞ്ഞിരുന്ന കെ കരുണാകരനെ തോൽപ്പിച്ചിട്ടുള്ള മണ്ണാണ് തൃശൂര്. ആ തൃശൂരിനെ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ജനറലൈസ് ചെയ്ത് കുത്തകയായിട്ട് ഏറ്റെടുക്കൊന്നും വേണ്ട. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് എല്ലാ മണ്ഡലത്തിലും 7 നിയമസഭാ മണ്ഡലത്തിലും കോൺഗ്രസിന് ഭൂരിപക്ഷം കൊടുത്തപ്പോൾ പിറ്റത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7ലും മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ LDFനെ വിജയിപ്പിച്ച ആളുകളാണ് തൃശൂര്. ആ ആൾക്കാർക്ക് BJPയെ വിജയിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. ഒരുങ്ങിയ നമസ്കാരം. ഈയിടെയായിട്ട് സഖാക്കന്മാരുടെ സ്ക്രിപ്റ്റും എഡിറ്റിംഗും ഡയറക്ഷനൊക്കെ വളരെ മോശമാണ് കേട്ടോ. അമ്പേ പരാജയം. അത് നമ്മൾ ഭാരതരിയുടെ കേസിൽ കണ്ടു. ഇരിഞ്ഞാലക്കുട ഭാഗത്ത് ഈ അരി വന്നിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ ഈ അരി റേഷൻ അരിയാണ്, എന്താ പോരെ എന്ന് ചോദിക്കുന്ന ചേച്ചിയുടെ ആ ഒരു ഡയലോഗ്. ഇന്നലെ മറ്റേ ഗുരുവായൂര് ആറാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്നദാനം നടക്കുന്നതിന്റെ ഇടയിൽ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ സുരേഷ് ഗോപിയോട് ഒരു ചേച്ചി, കോയമ്പത്തൂരിൽ നിന്ന് വന്ന ചേച്ചി, ചികിത്സാ സഹായം ചോദിച്ചു എന്നും സുരേഷ് ഗോപി അവരെ ഗോവിന്ദൻ മാസ്റ്ററുടെ അടുത്ത് പോയി പറയാൻ പറഞ്ഞു എന്നുമാണ്, അപമാനിച്ചു എന്നാണ് പറയുന്നത്. ഗോവിന്ദൻ മാസ്റ്ററുടെ അടുത്തേക്ക് പോകുന്നതൊക്കെ അപമാനമായി മാറിയോ സഖാക്കളെ എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ സംശയം. അദ്ദേഹം എന്താ ജോസ് പ്രകാശോ അല്ലെങ്കിൽ നമ്മളുടെ KP ഉമ്മർ, ബാലൻ K നായർ പോലെയുള്ള ആളാണോ അറിയില്ല. നിങ്ങൾ അപമാനമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും പക്ഷെ ആ സ്ക്രിപ്റ്റിലും വലിയ പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഗുരുവായൂർ ആറാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്നദാനം നടക്കുമ്പോൾ ഏതാണ്ട് 30,000 പേര് വരുന്ന ഒരു സമയത്ത് സുരേഷ് ഗോപി അവിടെ വെച്ച് കാണാമെന്നും ആ തിരക്കിന്റെ ഇടയിൽ ഇത് പറയാമെന്നും ചികിത്സാ സഹായം കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് കോയമ്പത്തൂരിൽ നിന്നൊരു ചേച്ചി വന്നു എന്നൊക്കെ ഉള്ളത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിരോധമൊന്നുമില്ല. മാത്രമല്ല ആ ചേച്ചിയോട് ചോദിച്ചു എന്തൊക്കെയാണ് ചികിത്സ മറ്റേ വേണ്ടത്, എത്ര രൂപ വരും എന്ന് ചോദിച്ചപ്പോൾ അതിനൊന്നും നിശ്ചയമായിട്ടുള്ള ഒരു ആൻസർ അവരുടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല സുരേഷ് ഗോപി പറഞ്ഞു എന്ന് കേട്ട വഴിക്ക് വീണ ജോർജ് ചികിത്സ ഓഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ കൃത്യമാണത്, വളരെ കൃത്യമാണ്. പിന്നെ മറ്റേ സമർപ്പിച്ച കിരീടം ചെമ്പാണ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അപ്പൊ ഇന്ന് മറ്റേ ഏതോ ഒരാള് ബിഷപ്പ് ഹൌസിലേക്ക് ഫോൺ ചെയ്യുകയും ഞാനും ശ്രമിച്ചിരുന്നു. ആ ബിഷപ്പ് അല്ലെങ്കിൽ അവിടുത്തെ ഫോൺ എടുത്ത ആളോട് ചോദിക്കുമ്പോൾ അത്തരമുള്ളൊരു കമന്റ് അവര് പറഞ്ഞിട്ടില്ല. ജനയുഗം, ദേശാഭിമാനി, കൈരളി, പിന്നെ ഇവരുടെ കുറെ കൂലി എഴുത്തുകാർ, ഇവരതങ്ങനെ ഏറ്റെടുത്തിട്ടുള്ളതാണ്. വളരെ മോശമാണ് കേട്ടോ. തിരക്കഥയും സ്ക്രിപ്റ്റും സംവിധാനവും എഡിറ്റിംഗ് ഒക്കെ സൂക്ഷിക്കണം.